സാവിയോ എന്ന പേര് ലോക ഫുട്ബോൾ ശ്രദ്ധിക്കുന്നത് സ്പാനിഷ് ക്ലബായ ജിറോണയിലൂടെയാണ്. അവിടെ മിഷേലിന്റെ കീഴിൽ വിങ്ങിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കളിച്ച സാവിയോ ആ സീസണിലെ ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിംഗുകൾ നടത്തിയ താരമായിരുന്നു. 9 ഗോളുകളും 8 അസിസ്റ്റുകളുമായി ജിറോണയെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗിൽ എത്തിക്കുന്നതിലും സാവിയോ പ്രധാന പങ്കുവഹിച്ചു. അങ്ങനെയാണ് ആ ബ്രസീലിയൻ യുവതാരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉടൻ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിളിയെത്തി. സിറ്റിയിലെ ആദ്യ സീസണിൽ 10 അസിസ്റ്റുകളും 2 ഗോളുകളും നേടി താരതമ്യേന മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുവെങ്കിലും ഗാർഡിയോളയുടെ ഗുഡ് ലിസ്റ്റിൽ അയാൾക്ക് ഇടം കിട്ടിയില്ല. പകരക്കാരുടെ നിരയിലായിരുന്നു അയാൾക്ക് കൂടുതലും സ്ഥാനമുണ്ടായിരുന്നത്. തന്റെ പ്രതിഭ പുറത്തെടുക്കാൻ തക്ക കളി സമയം ലഭിക്കാതിരുന്നത് അയാൾക്ക് തിരിച്ചടിയായി. 2025-26 സീസണിൽ 5 ഗോളുകളും 3 അസിസ്റ്റും മാത്രമാണ് അയാൾക്ക് നേടാനായത്. അതിൽ തന്നെ രസകരമായ മറ്റൊരു കാര്യം, 2 സീസണുകളിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടായിരുന്ന സാവിയോ പ്രീമിയർ ലീഗിൽ ആകെ നേടിയത് 2 ഗോളുകൾ മാത്രമാണ് എന്നതാണ്. ഡിഫൻഡർമാരെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കഴിവ് സാവിയോയുടെ പ്രധാന പ്രത്യേകതയാണ്. പെട്ടെന്നുള്ള ആക്സിലറേഷൻ വഴി പ്രതിരോധ നിരക്കാരെ മറികടക്കുവാൻ താരത്തിന് നിഷ്പ്രയാസം സാധിക്കും. 2 കാലുകൾ കൊണ്ടും ഷോട്ടുകൾ പായിക്കുവാനുള്ള കഴിവും എടുത്തു പറയേണ്ടതാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഫ്ലോപ്പായ താരത്തെ വലിയ തുക മുടക്കി ടീമിലെത്തിക്കുന്നതിൽ ടോട്ടൻഹാമിന്റെ ആരാധകർക്ക് പോലും അമ്പരപ്പായിരുന്നു. ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ടോട്ടൻഹാമിന്റെ ഈ പ്രവൃത്തിയിൽ പല സംശയങ്ങളും ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതിനെല്ലാം ആയുസ് വളരെ കുറവായിരുന്നു. റോബർട്ടോ ഡി സെർബിക്ക് കീഴിൽ പ്രീമിയർ ലീഗിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാവിയോയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയോടുള്ള പ്രതികാരം കൂടിയായിരിക്കും.